2012 ജൂൺ 10 ചിരിവൈരികളായ ബ്രസീലും അർജന്റീനയും കൊമ്പുകോർത്ത ഒരു ക്ലാസിക് പോരാട്ടത്തിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ബ്രസീലിനായി റാഫേൽ കാർബൽ, റാഫേൽ ഡാ സിൽവ, സാൻഡ്രോ, മാർസലോ, റൊമേലു, ലിയാൻഡ്രോ ഡിമീനോ, ഓസ്കാർ, നെയ്മർ, ബ്രൂണോ, ജുവാൻ ഹൾക്ക് എന്നിവരാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത്. അതേസമയം അർജന്റീന ജേഴ്സിയിലാകട്ടെ സൂപ്പർ താരനിര തന്നെയായിരുന്നു. സെർജിയോ റൊമേറോ, എസ്കെൽ ഗരെ, പെബ്ലോ സെബലാറ്റ, ഫെർണാണ്ടോ ഗഗ്, എയ്ഹൽ ഡിമേരിയ, ജോർജ് സോസ, ഗൊൺസലോ ഹിഗ്വയിൻ, ലിയണൽ മെസ്സി, ഹാവിയർ മെഷ്കരാനോ, റോഡ്രിഗസ്, ഫെഡറിക്കോ ഫെർണാണ്ടസ് എന്നിവരാണ് കളത്തിലിറങ്ങുന്നത്. ഒരു സൗഹൃദ മത്സരമാണെങ്കിലും വീറും വാശിയും നിറഞ്ഞ ഒരു 90 മിനിറ്റിന് വേണ്ടിയാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത്. ലോക ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മെസ്സിയിലും നെയ്മറിലുമായിരുന്നു. മുഖ്യ റഫറിയായ ജെയ്ർമോ റൂഫോയുടെ വിസിലോടുകൂടി മത്സരം ആരംഭിച്ചു. വീറും വാശിയും നിറഞ്ഞ 90 മിനിറ്റിനു വേണ്ടി ലോകം കാത്തിരുന്നു. അർജന്റീനയുടെ ടച്ചോടുകൂടിയാണ് മത്സരം ആരംഭിച്ചത്. മത്സരത്തിന്റെ തുടക്കത്തിലെ കണ്ടത് ബ്രസീലിന്റെ മുന്നേറ്റമായിരുന്നു. ഒരു ലോങ് ബോൾ സ്വീകരിച്ച ഹൾക്ക് നെയ്മറിലേക്ക് പന്ത് നൽകുന്നു. നെയ്മർ ബോക്സിന് പുറത്തു നിന്നുള്ള ഒരു മനോഹര ഷോട്ട് ഗോൾ കീപ്പർ തട്ടിത്തെറിപ്പിക്കുന്നു. 2-ാം മിനിറ്റിൽ തന്നെ ബ്രസീലിന്റെ ഒരു മികച്ച മുന്നേറ്റം, നെയ്മറുടെ ഒരു മികച്ച ഷോട്ട്. 80,000-ത്തിലധികം പേർ തിങ്ങി നിറഞ്ഞ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിന് സാക്ഷി നിർത്തിക്കൊണ്ട് തുടക്കം മുതലേ തന്നെ ഇരു ടീമുകളും ആക്രമിച്ചാണ് ഫുട്ബോൾ കളിച്ചത്. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇരു ടീമുകളുടെയും ഭാഗത്ത് നിന്ന് ആക്രമണ ഫുട്ബോളാണ് ഫുട്ബോൾ ലോകം കണ്ടത്. മത്സരത്തിന്റെ 10-ാം മിനിറ്റിൽ അർജന്റീന താരങ്ങളുടെ മിസ്പാസിൽ നിന്നും പന്ത് സ്വീകരിച്ച ഹൾക്ക് പന്ത് നെയ്മറിലേക്ക് കൈമാറുന്നു. 2 പേരെ കബളിപ്പിച്ച ശേഷം നെയ്മർ ബോക്സിന് പുറത്തു നിന്നും വീണ്ടും ഒരു ഷോട്ട്, പക്ഷേ ഇത്തവണ പോസ്റ്റിലേക്കായിരുന്നില്ല. ഒരു നിലം തൊട്ടുരുമിയ ഷോട്ടിന് ഗോൾ കീപ്പറെ പരീക്ഷിക്കാൻ പോലും സാധിച്ചില്ല. തുടക്കം മുതലേ തന്നെ നെയ്മറുടെ 2 മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കൽ അർജന്റീന ആരാധകരെ ഒന്ന് ഭയപ്പെടുത്തി. മത്സരത്തിന് 11 മിനിറ്റ് പ്രായമാകുമ്പോഴേക്കും മധ്യനിരയിൽ നിന്നും പന്തുമായി കുതിച്ച മാർസലോ പന്ത് നെയ്മറിലേക്ക് കൈമാറുന്നു. എന്നാൽ ആ മുന്നേറ്റം തടയാൻ അർജന്റീന താരം നെയ്മറെ ഫൗൾ ചെയ്യുകയാണ് ചെയ്തത്. റഫറി 11-ാം മിനിറ്റിൽ തന്നെ ആദ്യ യെല്ലോ കാർഡും പുറത്തെടുക്കുന്നു. മത്സരത്തിന്റെ 12-ാം മിനിറ്റിൽ തന്നെ ഫെർണാണ്ടോ ഗാഗയോക്ക് യെല്ലോ കാർഡ് കാണുന്നു. ഒരു മികച്ച മുന്നേറ്റത്തിനൊടുക്കമാണ് താരം നെയ്മറെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയത്. ഏതായാലും 11 മിനിറ്റ് ആയപ്പോൾ ബ്രസീലിന്റെ മയമാണ് ആദ്യം കണ്ടത്. മത്സരത്തിന്റെ 14-ാം മിനിറ്റിൽ ഡിമേരിയയുടെ ഒറ്റയാൻ പ്രകടനം കണ്ടെങ്കിലും ബോക്സിനകത്തേക്ക് കയറാൻ ഡിമേരിയക്ക് സാധിച്ചില്ല. ബ്രസീലിന്റെ പ്രതിരോധ നിര വീണ്ടും ഉറച്ചു നിന്നു. ഡിമേരിയയിലേക്ക് എത്തുന്ന പന്തുകളെല്ലാം അതിവേഗം ബ്രസീൽ താരങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നു. മത്സരത്തിന്റെ 15-ാം മിനിറ്റിൽ മധ്യനിരയിൽ നിന്നും ഒഴിഞ്ഞു നിന്ന ഹൾക്കിലേക്ക് ഒരു മികച്ച ലോങ് ബോൾ. പന്ത് സ്വീകരിച്ച ഹൾക്കിന്റെ ഒരു ഉഗ്രൻ ഷോട്ട് കണ്ടെങ്കിലും സെർജിയോ റൊമേറോയുടെ നീണ്ട കരങ്ങൾ വീണ്ടും രക്ഷക്കെത്തുന്നു. 15-ാം മിനിറ്റിൽ ബ്രസീലിന് മുന്നിലെത്താനുള്ള സുവർണ അവസരമാണ് സെർജിയോ റൊമേറോ തടഞ്ഞിട്ടത്. 20-ാം മിനിറ്റിൽ വീണ്ടും ബ്രസീലിന്റെ മനോഹര ഫുട്ബോൾ. പന്തുമായി ഓസ്കാർ, നെയ്മർ, ഹൾക്ക്, വീണ്ടും ഓസ്കാർ, വീണ്ടും നെയ്മർ. പക്ഷേ ഫൈനൽ തേർഡിലേക്ക് എത്തും മുമ്പ് ഓഫ് സൈഡ് വിളിച്ചു. നിരന്തര ആക്രമണങ്ങൾക്ക് ഒടുവിൽ ഫലം കണ്ടു. നെയ്മറുടെ വലത് വിങ്ങിൽ നിന്നുള്ള ഫ്രീ കിക്ക് താഴ്ന്നിറങ്ങി വന്നത് സൊസയുടെ കാലുകളിലേക്കായിരുന്നു. അർജന്റീനൻ താരങ്ങളാൽ മാർക്ക് ചെയ്യപ്പെടാതിരുന്ന ഗോൾ കീപ്പർ മാത്രം മുന്നിലേക്ക് ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് പന്തിനെ ഗോൾ വലയിൽ നിക്ഷേപിക്കുന്നു. ബ്രസീൽ 1, അർജന്റീന 0. ഓഫ് സൈഡ് ആണെന്ന് കരുതി അർജന്റീന താരങ്ങൾ കാത്തിരിക്കുന്ന സമയം കൊണ്ട് സ്കോർ ബോർഡിനെ ചലിപ്പിച്ച് ബ്രസീൽ മുന്നിലെത്തി. മത്സരത്തിന്റെ ആദ്യ 20 മിനിറ്റിൽ കണ്ടത് ബ്രസീലിന്റെ മാത്രം മയം. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ 20 മിനിറ്റിൽ ബ്രസീൽ മാത്രമാണ് കളിച്ചത്. പിന്നീട് അങ്ങോട്ട് തിരിച്ചടിക്കാനുള്ള അർജന്റീനയുടെ ചെറുമുന്നേറ്റങ്ങൾ കണ്ടെങ്കിലും എല്ലാം ബ്രസീലിന്റെ പ്രതിരോധ നിരയിൽ തട്ടിത്തെറിച്ചു. മത്സരത്തിന്റെ 27-ാം മിനിറ്റിൽ വീണ്ടും ബ്രസീലിന് മുന്നിലെത്താനുള്ള സുവർണ അവസരം. മധ്യനിരയിൽ നിന്നും താഴ്ന്നിറങ്ങി വന്ന പന്തിനെ സ്വീകരിച്ച നെയ്മർ ബോക്സിലേക്ക് കടന്നെങ്കിലും ഗോൾ കീപ്പറെ മറികടന്ന് മുന്നോട്ട് പോകാൻ നെയ്മർക്ക് സാധിച്ചില്ല. 27-ാം മിനിറ്റിലും അർജന്റീന 0, ബ്രസീൽ 1. മത്സരത്തിന്റെ 30-ാം മിനിറ്റിൽ പ്രതിരോധ നിരയിൽ നിന്നും മാർസലോ ക്ലിയർ ചെയ്ത പന്ത് മധ്യനിരയിലേക്ക് തട്ടിത്തെറിച്ചു വന്ന പന്തിൽ ഒടുക്കം നെയ്മറുടെ കാലുകളിലേക്ക്. അർജന്റീനയുടെ 3 പ്രതിരോധ നിരക്കാരെ അനായാസം മറികടന്ന നെയ്മർ ബോക്സിന്റെ പുറത്തു നിന്നും ഒരു ഷോട്ട് എടുക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പന്തിൽ കോണ്ടാക്ട് ലഭിക്കാതെ നെയ്മർ ബോക്സിൽ വീഴുകയായിരുന്നു. നെയ്മർ പെനാൽറ്റിക്ക് വേണ്ടി അപ്പീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ 30 മിനിറ്റിൽ ഒരു ചെറുപയ്യനായ നെയ്മർ അർജന്റീന ബോക്സിനെ നിരന്തരം വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. മത്സരത്തിന്റെ 30-ാം മിനിറ്റിലും ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ തുടർന്നെങ്കിലും ബ്രസീലിന്റെ പ്രതിരോധ നിരയുടെ പാളിച്ച മുതലെടുത്ത് മിസ്പാസ് സ്വീകരിച്ച ഗോൺസലോ ഹിഗ്വയിൻ ലിയണൽ മെസ്സിക്ക് മനോഹരമായ ഒരു ത്രൂ ബോൾ നീട്ടി നൽകി. 2 ഡിഫൻഡർമാരെ അനായാസം മറികടന്ന ലിയണൽ മെസ്സി ബോക്സിന്റെ ഇടതുമൂലയെ ലക്ഷ്യമാക്കിയുള്ള ഒരു ഗ്രൗണ്ട്
വാട്ട് എ ഫിനിഷിംഗ്. ഒടുവിൽ നെയ്മറുടെ ഗോളിന് മറുപടി നൽകാൻ അർജന്റീനയ്ക്ക് 30 മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു. 30-ാം മിനിറ്റിൽ ലിയണൽ മെസ്സിയുടെ ഗോളിലൂടെ അർജന്റീന ഒപ്പമെത്തി. ഹിഗ്വയിൻ്റെ അതിസുന്ദരമായ ഒരു മികച്ച അസിസ്റ്റാണ് ഗോളിന് വഴിയൊരുക്കിയത്. അർജന്റീന 1 ബ്രസീൽ 1. ആ ഗോളടിച്ചതു മുതൽ പിന്നെ അർജന്റീന മത്സരത്തിലേക്ക് തിരികെ എത്താൻ തുടങ്ങി. വലത് വിങ്ങിലൂടെ വീണ്ടും മുന്നേറ്റങ്ങൾ. 31-ാം മിനിറ്റിൽ സൂപ്പർ താരമായ ഡിമേരിയയുടെ മനോഹര മുന്നേറ്റം കൊണ്ടെത്തിച്ചത് മനോഹരമായൊരു ത്രൂ ബോളിലാണെങ്കിലും പന്തിനെ കണക്ട് ചെയ്യാൻ മറ്റൊരു അർജന്റീന താരമില്ലാതെ പോയി. മത്സരത്തിൻ്റെ 31-ാം മിനിറ്റിൽ വീണ്ടും അർജന്റീനയുടെ മനോഹരമായ ഫുട്ബോൾ. മധ്യനിരയിൽ നിന്നും വൺ ടച്ച് പാസുമായി കുതിച്ച അർജന്റീന ഒടുക്കം ലിയണൽ മെസ്സിയുടെ പക്കലിലേക്ക് പന്തിനെ നീട്ടി നൽകി. ഗോൾ കീപ്പറെ അനായാസം മറികടന്നുകൊണ്ട് ലിയണൽ മെസ്സിയുടെ വീണ്ടും ഒരു മനോഹര ഫിനിഷിംഗ്. 31-ാം മിനിറ്റിൽ വീണ്ടും മെസ്സി ഗോൾ. അർജന്റീന 2 ബ്രസീൽ 1. ആരാലും മാർക്ക് ചെയ്യപ്പെടാതിരുന്ന മെസ്സിയും ഡിമേരിയയും മധ്യനിരയിൽ നിന്ന് കളിച്ചെടുത്ത ഒരു 1-2 പാസാണ് ഗോളിൽ കലാശിച്ചത്. ഇത്തവണ ഡിമേരിയയുടെ മനോഹരമായ ത്രൂ ബോളാണ് ഗോളിൽ വഴിയൊരുക്കിയത്. ഏതായാലും ആദ്യം പിറകിൽ പോയ അർജന്റീന 33 മിനിറ്റ് ആയപ്പോഴേക്കും 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് മത്സരത്തിലേക്ക് മികച്ച രീതിയിൽ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. 88,000 വരുന്ന കാണികൾ പൊട്ടിത്തെറിച്ച നിമിഷം. കാരണം ആദ്യം മുന്നിലെത്തിയ ബ്രസീലിന് മറുപടി നൽകിയ അർജന്റീന 2 ഗോളുകളാണ് തിരിച്ചടിച്ചത്. മത്സരത്തിൽ ലീഡെടുത്ത അർജന്റീന പതിയെ കളി സ്ലോ ആക്കുന്നതും കാണാൻ സാധിച്ചു. മെസ്സി തന്നെയായിരുന്നു മധ്യനിരയിൽ നിന്നും കളി മെനഞ്ഞത്. എന്നാൽ 35-ാം മിനിറ്റിൽ അർജന്റീന താരങ്ങളുടെ കാലിൽ നിന്നും പന്ത് റാഞ്ചിയെടുത്ത നെയ്മർ ബോക്സിലേക്ക് കുതിച്ചു. പന്ത് ഹൾക്കിന് കൈമാറിയെങ്കിലും ഹൾക്കിന്റെ ഷോട്ട് സെർജിയോ റൊമേറോയുടെ വീണ്ടും ഒരു മനോഹര രക്ഷപ്പെടുത്തൽ. മിനിറ്റുകൾക്കകം ബ്രസീൽ ബോക്സിലേക്ക് അർജന്റീന ഇരച്ചു കയറി. ഒരു തകർപ്പൻ ഷോട്ടുമായി സെബലേറ്റ വീണ്ടും ബ്രസീലിന്റെ നെഞ്ചിടിപ്പ് കൂട്ടി. പക്ഷേ ഷോട്ട് ഓൺ ടാർഗറ്റിലേക്കായിരുന്നില്ല. മത്സരത്തിൻ്റെ 43-ാം മിനിറ്റിൽ വീണ്ടും ബ്രസീലിൻ്റെ മനോഹരമായ ഫുട്ബോൾ. ഒടുക്കം ബോക്സിൻ്റെ വലത് വിങ്ങിൽ നിന്നുള്ള മനോഹരമായ ക്രോസ് പോസ്റ്റിലേക്ക് എത്തിയെങ്കിലും അവസാന നിമിഷം നെയ്മർ എടുത്ത ഷോട്ട് വീണ്ടും സെർജിയോ റൊമേറോ രക്ഷപ്പെടുത്തി. ഇതിനെല്ലാം ക്രെഡിറ്റ് നൽകേണ്ടത് ഓസ്കാറിൻ്റെ ആ മനോഹരമായ ക്രോസിന് തന്നെയാണ്. 42-ാം മിനിറ്റിലും ബ്രസീലിന് മറ്റൊരു സുവർണാവസരം ലഭിച്ചെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല. വീണ്ടും ഓസ്കാറിന്റെ മനോഹരമായ ക്രോസ് അർജന്റീന ബോക്സിലേക്ക് താഴ്ന്നിറങ്ങി വന്നുകൊണ്ടേയിരുന്നു. ഇത്തവണ ഇടത് വിങ്ങിൽ നിന്ന് വന്ന ക്രോസിന് ക്യാപ്റ്റൻ സാൻഡ്രോ തലവെച്ചെങ്കിലും വീണ്ടും അർജന്റീന ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പന്ത് ഓൺ ടാർഗറ്റിലേക്കായിരുന്നില്ല. ബ്രസീൽ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയെന്ന് ആദ്യ പകുതിക്ക് മുന്നേ തന്നെ ഗോളടിക്കണമെന്ന വാശിയുണ്ട് എന്നും മത്സരത്തിൽ ബോധ്യമായ നിമിഷങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു. 45-ാം മിനിറ്റ് കഴിഞ്ഞ് ആദ്യ പകുതിക്കുള്ള വിസിൽ റഫറി മുഴക്കി. അർജന്റീന 2 ബ്രസീൽ 1. അങ്ങനെ ആവേശം നിറഞ്ഞ പോരാട്ടത്തിൻ്റെ 2-ാം പകുതിക്ക് ഫുട്ബോൾ ലോകം സാക്ഷിയായി. ബ്രസീലിൻ്റെ ടച്ചോടുകൂടി മത്സരം ആരംഭിച്ചു. മത്സരത്തിൻ്റെ 50-ാം മിനിറ്റിൽ ലോങ് ബോൾ സ്വീകരിച്ച ഹൾക്ക് അർജന്റീന പ്രതിരോധ നിരയെ അനായാസം മറികടന്നുകൊണ്ട് ബോക്സിലേക്ക് കട്ട് ചെയ്തു കയറി. ബോക്സിൽ നിന്നൊരു മനോഹര ഷോട്ട് തീർത്തെങ്കിലും വീണ്ടും അർജന്റീന ഗോൾ കീപ്പറുടെ രക്ഷപ്പെടുത്തൽ. പോസ്റ്റിനെ തൊട്ടുരുമിയാണ് പന്ത് പുറത്തു പോയത്. അർജന്റീന പ്രതിരോധ നിരയെ കാഴ്ചക്കാരനാക്കിക്കൊണ്ടായിരുന്നു ഹൾക്കിൻ്റെ ആ മനോഹര മുന്നേറ്റം. മിനിറ്റുകൾക്ക് മുമ്പ് വീണ്ടും ഒരു പ്രത്യാക്രമണം. ഇത്തവണ ഡിമേരിയയുടെ വകയായിരുന്നു ആ പ്രത്യാക്രമണം. ബോക്സിലേക്ക് കടന്ന ഡിമേരിയ ഒരു മികച്ച ഷോട്ട് തീർത്തെങ്കിലും ബ്രസീൽ ഗോൾ കീപ്പർ വീണ്ടും അതിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. മധ്യനിരയിൽ കളി നിയന്ത്രിച്ച അർജന്റീനയുടെ വീണ്ടും മനോഹര മുന്നേറ്റം. ഡിമേരിയ ഇത്തവണ ഹിഗ്വയിനെ ലക്ഷ്യമാക്കിയുള്ള ഒരു മനോഹര ത്രൂ ബോൾ. പന്ത് സ്വീകരിച്ച ഹിഗ്വയിന് പക്ഷേ പോസ്റ്റിനെ ലക്ഷ്യം വെക്കാൻ സാധിച്ചില്ല. മത്സരത്തിന് 53 മിനിറ്റ് പ്രായമാവുമ്പോഴും അർജന്റീന നിലവിൽ 2-1 മുന്നിലാണ്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബ്രസീൽ പ്രതിരോധ നിരയെ വിറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വീണ്ടും അർജന്റീനയുടെ മനോഹര ഫുട്ബോൾ. ഇത്തവണയും ഡിമേരിയ പന്ത് നീട്ടി നൽകിയത് ഹിഗ്വയിനിലേക്കായിരുന്നു. എന്നാൽ ബോക്സിലെ കൂട്ടപ്പൊരിച്ചിലിനൊടുക്കം പന്ത് ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. സമനില ഗോളിനു വേണ്ടി ബ്രസീലും ആഞ്ഞു ശ്രമിച്ചു. മത്സരത്തിന്റെ 55-ാം മിനിറ്റിൽ നെയ്മർ ഇടതു വിങ്ങിൽ നിന്നുള്ള ഒരു മനോഹര മുന്നേറ്റം. ക്രോസ് നൽകിയ നെയ്മർക്ക് പക്ഷേ ബോക്സിൽ മറ്റൊരാളെ കണ്ടെത്താൻ സാധിച്ചില്ല. വീണ്ടും പന്തുമായി 1-2 കളിച്ച് ബ്രസീലിന്റെ മനോഹര മുന്നേറ്റത്തിനൊടുക്കം ഒരു സമനില ഗോൾ. വാട്ട് എ ഗെയിം പ്ലാൻ, വാട്ട് എ ഗോൾ. ഇത്തവണ ഗോൾ നേടിയത് ഓസ്കാർ ആയിരുന്നു. നെയ്മറുടെ ക്രോസ് സ്വീകരിച്ച ഓസ്കാർ തന്നെ പന്ത് സ്വീകരിച്ച് പന്ത് ഹൾക്കിലേക്ക് കൈമാറി. ഹൾക്കിൽ നിന്നും പന്ത് സ്വീകരിച്ച ഓസ്കാർ അർജന്റീന താരങ്ങളെ അനായാസം മറികടന്നുകൊണ്ടായിരുന്നു ബോക്സിലേക്ക് ഇരച്ചു കയറി ഗോൾ കണ്ടെത്തിയത്.
അർജന്റീന പ്രതിരോധം കാഴ്ചക്കാരായി നിന്നുകൊണ്ട് മനോഹരമായ വൺ ടച്ച് ഗെയിമിനൊടുക്കമാണ് ബ്രസീൽ സമനില ഗോൾ കണ്ടെത്തിയത്. തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങൾ പൊട്ടിത്തെറിച്ച നിമിഷം. വീണ്ടും 69-ാം മിനിറ്റിൽ ബ്രസീലിന് മുന്നിലെത്താനുള്ള സുവർണ അവസരം. ഹൾക്കിന്റെ ക്രോസ് താഴ്ന്നിറങ്ങി വന്നത് ബ്രസീൽ താരത്തിന്റെ കാലുകളിലേക്ക്. എന്നാൽ പോസ്റ്റുമായുള്ള ഉന്നം താരത്തിന് എത്തിപ്പിടിക്കാൻ സാധിച്ചില്ല. ബ്രസീൽ സൂപ്പർ താരം ഹൾക്കിന്റെ മനോഹര മുന്നേറ്റത്തിനൊടുക്കം 70-ാം മിനിറ്റിൽ ബ്രസീൽ കോർണർ കിക്ക് വിൻ ചെയ്യുന്നു. ഇത്തവണ കോർണർ കിക്ക് എടുത്ത നെയ്മറുടെ കിക്ക് ക്ലിയർ ചെയ്യുന്നതിൽ പിഴച്ച ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് വീണ്ടും ഹൾക്കിന്റെ ഒരു തകർപ്പൻ ഫിനിഷിംഗ്. അർജന്റീന 2 ബ്രസീൽ 3. വാട്ട് എ മാച്ച്. സെർജിയോ റൊമേറോയുടെ പിഴവ് മുതലെടുത്ത് ഹൾക്ക് വീണ്ടും ബ്രസീലിനെ മുന്നിലെത്തിക്കുന്നു. പിന്നിൽ പോയ ബ്രസീൽ ഇതാ മുന്നിലെത്തിയിരിക്കുന്നു. എന്നാൽ ബ്രസീൽ ലീഡെടുത്ത ഗോളിന് അല്പനേരത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. അഗ്യൂറോയുടെ തകർപ്പൻ കോർണർ കിക്കിന് തലവെച്ച് ഫെഡറിക്കോ ഫെർണാണ്ടസ് 74-ാം മിനിറ്റിൽ അർജന്റീനയെ ഒപ്പമെത്തിക്കുന്നു. ബ്രസീൽ നേടി വെറും 2 മിനിറ്റിനകം അർജന്റീനയുടെ തകർപ്പൻ തിരിച്ചുവരവ്. അതും ബ്രസീൽ എങ്ങനെയാണോ ഗോൾ കണ്ടെത്തിയത് അതുപോലെ തന്നെ കോർണർ കിക്കിൽ നിന്ന്. ഫെർണാണ്ടസിന്റെ ഒരു ക്ലാസിക് ഹെഡറാണ് ഗോളിൽ കലാശിച്ചത്. ചിരിവൈരികളുടെ പോരാട്ടം വീറും വാശിയും കൂടിക്കൊണ്ടേയിരുന്നു. സ്റ്റേഡിയത്തിൽ അർജന്റീന ആരാധകരും ബ്രസീൽ ആരാധകരും ഒരേ സമയം ആവേശഭരിതമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരുന്നു. മത്സരത്തിന്റെ 75-ാം മിനിറ്റിൽ വീണ്ടും ബ്രസീലിന്റെ മനോഹര മുന്നേറ്റം കണ്ടു. മാർസലയുടെ പാസ് സ്വീകരിച്ച ലിയാൻഡ്രോയുടെ ഷോട്ട് പോസ്റ്റിനെ തൊട്ടുരുമ്മിയാണ് പുറത്തു പോയത്. കൂട്ടുപൊരിച്ചിലുകൾക്കൊടുക്കം മിസ് പാസ് സ്വീകരിച്ച് സൂപ്പർ താരം നെയ്മറുടെ ബോക്സിലേക്കുള്ള ഇരച്ചുകയറ്റം. ഗോൾ കീപ്പറെ മറികടന്ന് ഷോട്ട് എടുത്തെങ്കിലും ഫെഡറിക്കോ ഫെർണാണ്ടസ് വീണ്ടും അർജന്റീനയുടെ രക്ഷക്കെത്തുന്നു. ആളൊഴിഞ്ഞ പോസ്റ്റിലേക്ക് തള്ളിവിടേണ്ട ജോലി ഉണ്ടായിരുന്ന നെയ്മർക്ക് പക്ഷേ മുന്നിൽ ഒരു തടയിട്ടത് ഫെഡറിക്കോ ഫെർണാണ്ടസ് ആയിരുന്നു. മത്സരത്തിന്റെ 81-ാം മിനിറ്റിൽ സൂപ്പർ താരമായ ലിയണൽ മെസ്സിയുടെ മനോഹര മുന്നേറ്റം. 2 ഡിഫൻഡർമാരെ അനായാസം മറികടന്ന ലിയണൽ മെസ്സിയെ ബോക്സിന് പുറത്തു നിന്നും ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. ഒടുക്കം ബോക്സിലേക്ക് ഇരച്ചു കയറിയ മെസ്സിയെ ആയിരുന്നു താരം ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിന്. അതിന് അനുയോജ്യമായി യെല്ലോ കാർഡ് റഫറി വിധിക്കുകയും ചെയ്തു. 82-ാം മിനിറ്റിൽ ലിയണൽ മെസ്സിയുടെ മനോഹരമായ ഫ്രീ കിക്കാണ് ഫുട്ബോൾ ലോകം കണ്ടത്. പക്ഷേ ഗോൾ കീപ്പറുടെ മികച്ച സേവ് വീണ്ടും ബ്രസീലിനെ രക്ഷപ്പെടുത്തി. മെസ്സിയുടെ ഹാട്രിക് ആയിരുന്നു ഗോൾ കീപ്പർ അവിടെ തടയിട്ടത്. മത്സരത്തിന്റെ 83-ാം മിനിറ്റ്. പന്ത് സ്വീകരിച്ച് ലിയണൽ മെസ്സി ബ്രസീൽ ഡിഫൻഡർ മാർസലോയെ അനായാസം മറികടന്നുകൊണ്ട് ബോക്സിന്റെ മധ്യത്തിലേക്ക് പാഞ്ഞെടുക്കുന്നു. ബ്രസീൽ ഡിഫൻഡർമാരെയും കീപ്പറെയും കാഴ്ചക്കാരനാക്കിക്കൊണ്ട് ബോക്സിന്റെ ഇടതുമൂലയിലേക്ക് ഒരു മഴവില്ലായുള്ള ഷോട്ട്. ഗോൾ. അർജന്റീന 4 ബ്രസീൽ 3. മെസ്സിക്ക് ഹാട്രിക്കും പൂർത്തിയാകുന്നു. ബ്രസീൽ താരങ്ങളും ഗോൾ കീപ്പറും അന്തം വിട്ടുനിന്ന നിമിഷം. കാരണം മെസ്സിയുടെ കാലിൽ നിന്ന് പിറന്ന ആ മനോഹരമായ മഴവില്ലായുള്ള ഷോട്ടിനെ തകർക്കാൻ ഗോൾ കീപ്പർക്കോ ഡിഫൻഡർക്കോ സാധിച്ചില്ല. മാർസലോയെ കാഴ്ചക്കാരനാക്കിക്കൊണ്ടായിരുന്നു ലിയണൽ മെസ്സിയുടെ ആ മുന്നേറ്റം തുടങ്ങിയത്. ഒടുക്കം ബോക്സിന്റെ മധ്യത്തിൽ നിന്നും ലിയണൽ മെസ്സി പോസ്റ്റിന്റെ ഇടതുമൂലയെ ലക്ഷ്യമാക്കിയുള്ള മനോഹരമായ കെർവിംഗ് ഷോട്ട്. നെയ്മറും മെസ്സിയും കൊമ്പുകോർത്ത് പോരാട്ടത്തിനൊടുക്കം മെസ്സിയുടെ ഹാട്രിക്കിൽ അർജന്റീന വിജയ ഗോൾ സ്വന്തമാക്കിയിരിക്കുന്നു. ഒടുവിൽ മത്സരത്തിന് 84 മിനിറ്റ് പ്രായമാവുമ്പോൾ മെസ്സിയുടെ ഹാട്രിക് മികവിൽ 4-3 അർജന്റീന മുന്നിലാണ്. തിരിച്ചടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ബ്രസീൽ 90 മിനിറ്റിലും നടത്തി നോക്കി. പക്ഷേ അവിടെ ഒരു വാക്കുതർക്കത്തിൽ കൊണ്ടാണ് ഇരു ടീമുകളെയും കൊണ്ടെത്തിച്ചത്. മത്സരത്തിന്റെ 90-ാം മിനിറ്റിൽ ഇരു ടീമുകളും തമ്മിലുള്ള വാക്കുതർക്കം രൂക്ഷമായി. മാർസലയെ ഗുരുതരമായ രീതിയിൽ വീഴ്ത്തിയതിന് അർജന്റീന സൂപ്പർ താരമായ എസിക്കൽ ലെവസിക്ക് റെഡ് കാർഡ് കാണേണ്ടി വരികയും ചെയ്തു. പക്ഷേ പ്രശ്നം അവിടെയും അവസാനിച്ചില്ല. ഇരു ടീമിലെ താരങ്ങളും തമ്മിൽ ഉന്തും തള്ളും പ്രശ്നവും രൂക്ഷമായി. മത്സരം കടന്നുപോയത് ഒടുക്കം 90 മിനിറ്റിന് ശേഷമുള്ള എക്സ്ട്രാ ടൈമിലേക്കായിരുന്നു. വാക്കുതർക്കങ്ങൾക്ക് വീണ്ടും കാർഡിലാണ് കൊണ്ട് കലാശിച്ചത്. സൂപ്പർ താരമായ മാർസലോക്കും റെഡ് കാർഡ് കാണേണ്ടി വന്നു. ഒടുവിൽ വീറും വാശിയും നിറഞ്ഞ 90 മിനിറ്റും അവസാനിച്ചു. ബ്രസീലിനെതിരെ മെസ്സിയുടെ ഹാട്രിക് മികവിൽ 4-3 അർജന്റീന വിജയ ചരിത്രം രചിച്ചു. 80,000-ത്തിലധികം പേരെ സാക്ഷി നിർത്തി നടന്ന മെറ്റ്ലൈഫ് സ്റ്റേഡിയം വീറും വാശിയും കൊണ്ട് 90 മിനിറ്റിനെയാണ് നേരിട്ടത്.